നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. കലയരങ്ങിൻ്റെ ദിവസമാണിന്ന്. ഞാൻ പതിവ് പോലെ ഒരു പാചക റെസിപ്പിയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് സാധാരണയായിട്ട് ഉച്ചയൂണിന് എൻ്റെ ഭവനത്തിലുണ്ടാക്കിയ ഒരു കറി, അത്രയേ ഉള്ളൂ. വിശേഷാലൊന്നുമില്ല. കാലാവസ്ഥ അനുസരിച്ച്, കാലം അനുസരിച്ച് ചില നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനത്തിന് ചില സീസണുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ മഞ്ഞൊക്കെ അങ്ങോട്ട് തുടങ്ങുമ്പോൾ, തുലാ വൃശ്ചിക മാസം ഒക്കെ ആകുമ്പോൾ പയർ, മുതിര, കൂർക്ക, ചക്ക, മാങ്ങയൊക്കെ തുടങ്ങാൻ പോകണം. കണ്ണിമാങ്ങയൊക്കെ ആവണം, മാവ് പൂക്കാൻ തുടങ്ങണം. പക്ഷേ മുതിരയ്ക്ക്, കൂർക്കയ്ക്ക്, അവയുടെ ചെറുകിഴങ്ങ്, അങ്ങനെയുള്ള ചേമ്പ്, ഇവയുടെയൊക്കെ വിളവെടുപ്പ് കാലമാണിപ്പോൾ. അതിന് ശേഷമാണ് ചക്കമാങ്ങയും വരുന്നത്. അപ്പോൾ ഈ മുതിര എന്ന് പറയുന്നത് വിളവെടുത്തിട്ട് ഈ സമയത്ത് നമ്മൾ മുതിരപ്പുഴുക്കൊക്കെ ഉണ്ടാക്കും. ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് എട്ടങ്ങാടി ഉണ്ടാക്കുന്നതിന് കൂർക്ക, ചേന, ചേമ്പ്, കാച്ചിൽ, കായ, അങ്ങനെയൊക്കെ ഉള്ളത്, പയർ, അതൊക്കെ ആവശ്യമുള്ളതുണ്ട്. എട്ടങ്ങാടികൾ തന്നെ അതൊക്കെ വരുന്നതേ ഉള്ളൂ, അതിൻ്റെ സീസണാണ് ഇപ്പോൾ. മുതിര വിളവെടുപ്പ്, പുതിയ മുതിര മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. മുതിര നല്ലൊരു പോഷകാംശമുള്ള ഭക്ഷണവുമാണ്. ഞാൻ ഇന്ന് മുതിര കൊണ്ടുള്ളൊരു വിഭവം, അതുപോലെ വിളവെടുപ്പ് കൂർക്ക, ചേന, ചേമ്പ്, കാച്ചിൽ, കിഴങ്ങ്, അതിൻ്റെയൊക്കെ വിളവെടുപ്പ് കാലമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ചേമ്പും മുതിരയും ചേർത്ത് നമ്മുടെ ഭവനങ്ങളിൽ സാധാരണയായിട്ട് ഊണിനുണ്ടാക്കാറുള്ള, എൻ്റെ ഭവനത്തിലൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ്. അത് പുളിങ്കറി, മുതിര പുളിങ്കറി, അങ്ങനെയാണ് അതിന് പറയുന്നത്. അതാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുതിര പച്ചമുതിരയല്ല നമ്മൾ സാധാരണ കറി വയ്ക്കാനും. മുതിര കൊണ്ട് പലതും ഉണ്ടാക്കാം. പുഴുക്ക് വയ്ക്കാം, ചമ്മന്തി അരയ്ക്കാം, ചട്ടണി ഉണ്ടാക്കാം, അങ്ങനെ പല വിഭവം ഉണ്ടാക്കാമല്ലോ. മുതിര മറ്റ് പലതിൻ്റെയും കൂടെ ചേർത്ത് കറികൾ വയ്ക്കാം. ഉണ്ണിപ്പിണ്ടി മുതിര, കപ്പങ്ങ മുതിര, അങ്ങനെയൊക്കെ. ഞാൻ ഇന്ന് മുതിരയും ചേമ്പും കൂടി ചേർത്തിട്ടുള്ള ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യം വേണ്ടത് മുതിര വറക്കുക. ഒരു ഗ്ലാസ് മുതിര എന്ന് പറഞ്ഞാൽ ഒരു 100 ഗ്രാം മുതിര. ഞാൻ സാധാരണയായിട്ട് 1 കിലോ മുതിര കിട്ടിയാൽ അത് മുഴുവനെ വറുത്ത് ഒരു ടിന്നിലാക്കി വയ്ക്കും. അതാണ്. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു ഗ്ലാസ് മുതിര, അത്രേ ഉള്ളൂ. ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ്, അല്ലെങ്കിൽ സാമാന്യം നമ്മളൊരു ചായ കുടിക്കുന്ന ഗ്ലാസ്സാണെങ്കിൽ അതിൽ 1/2 ഗ്ലാസ് വറുത്ത മുതിര ആദ്യം തന്നെ മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. അതിൻ്റെ പൊടി അവിടെ മാറ്റി വയ്ക്കുക, അത് വേണം. പിന്നെ വേണ്ടത് അതിലേക്ക് ചേമ്പ് ചുരണ്ടി തൊലി കളഞ്ഞ് കഴുകി നുറുക്കി പുഴുക്കുണ്ടാക്കുന്ന വിധത്തിലായിട്ട് ചെറിയ കഷ്ണം, ചേന മോരൊഴിച്ചിട്ട് ഉണ്ടാക്കുന്ന വലിപ്പത്തിലോ മറ്റോ നുറുക്കിയിട്ടുള്ള കഷ്ണം, ചേമ്പിൻ്റെ കഷ്ണവും വേണം. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ, പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള മസാല എന്ന് പറയുന്നത് തീയലിൻ്റെ കൂട്ടാണ്. തീയലിൻ്റെ കൂട്ട് എന്ന് പറഞ്ഞാൽ തേങ്ങ ചിരണ്ടി വറുത്ത് അതിൽ സാമ്പാർ കൂടി മിക്സ് ചെയ്താണ് ഞാൻ പൊടിച്ച് വയ്ക്കുക. സാമ്പാർ പൊടിയിൽ എല്ലാ കൂട്ടം ഉണ്ടാവില്ല, പരിപ്പും പയറും പലതരങ്ങളും ഒക്കെ ഉണ്ടാവും, മല്ലിയും മുളകും ഉലുവ കായം ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു കൂട്ടാണ് തീയൽ കൂട്ട്. തേങ്ങ വറുത്ത് പാകാകും. ഈ സാമ്പാർ പൊടി, ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി അങ്ങ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് ഒന്നങ്ങോട്ട് പൊടിച്ച് വയ്ക്കും. ആ പൊടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തിരിക്കരുത്, അരയ്ക്കണ ബ്ലേഡ് വെക്കരുത്. അപ്പോൾ തേങ്ങ അരഞ്ഞ് അതിൽ എണ്ണയൊക്കെ വന്ന് അരയാണ് ചെയ്യുക. അതല്ല, പുറകോട്ട് തിരിച്ച് പൊടിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് പിന്നെ അരയ്ക്കണ നേരത്ത് വേണമെങ്കിൽ ഒന്ന് ഇത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കുക. ഇല്ല, അങ്ങനെ തന്നെ ഇട്ട് വെച്ചാൽ അബദ്ധമൊന്നുമില്ല. ആ തീയലിൻ്റെ കൂട്ടാണ്. പിന്നെ ഉപ്പ്, കുറച്ച് പുളി വെച്ചാൽ ഒരു നെല്ലിക്ക പ്രായത്തിലുള്ള പുളി.
മഞ്ഞൾപ്പൊടി, കറിവേപ്പിൻ്റെ ഇല, വറുത്തിടാനുള്ള കടുക്, മുളക്, കറിവേപ്പിൻ്റെ ഇല ഒക്കെയാണ് വേണ്ടത്. ഇനി ഇത് പാചകം ചെയ്യുന്ന വിധമാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ കഴുകി വാരി വറുത്ത് വെച്ച് കഴുകി വാരി എടുത്ത ചേമ്പ് കഴുകി വാരി നമ്മൾ വെക്കാനുള്ളൊരു പാത്രത്തിൽ പാകത്തിന് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാം. ഇതിലാദ്യം തന്നെ ഉപ്പിടാം, കാരണം പെട്ടെന്ന് വേവുന്ന കഷ്ണമാണ് ചേമ്പ്. ആ ചേമ്പ് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കുക. അത് വേവാകുമ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം. മസാലയിൽ എന്താ വേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ വറുത്ത് വെച്ച മുതിര പൊടിച്ച് വച്ചിട്ടുണ്ട്. ആ പൊടിച്ച് വച്ചിട്ടുള്ളത് പൊടിച്ചവിടെ വയ്ക്കുമ്പോൾ തന്നെ അതിലല്പം വെള്ളം ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ ആ പൊടിയൊന്നും അങ്ങോട്ട് കുതിരും. നല്ലോണം ഒരുമാതിരി നല്ലതുപോലെ പൊടിഞ്ഞാലും വിരോധമില്ല. അല്ല ഇത്തിരി തിരങ്ങോടെ പൊടിയാണെന്ന് വെച്ചാലും തിരക്കടില്ല. കുതിർന്നിട്ട് അരയ്ക്കുമ്പോൾ ഇനി വീണ്ടും അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അരഞ്ഞോളൂ. ഈ നനച്ച് വെച്ച മുതിരപ്പൊടി, വറുത്ത മുതിര പൊടിച്ചത്, ഇത്തിരി വെള്ളം ഒഴിച്ച് നനച്ച് വെച്ചതും, തീയൽക്കൂട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലി, തേങ്ങ വറുത്തതും സാമ്പാർ പൊടി കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ മിക്സി മസാലയും, അതിൻ്റെ കൂടെ ഇത് രണ്ടും കൂടി ചേർത്ത് അങ്ങ് അരയ്ക്കുക. നല്ലതുപോലെ സാമ്പാറിന് ഇതിനൊക്കെ അരയ്ക്കുന്ന പോലെ, സാമ്പാറിനും മറ്റോ മല്ലിയും മുളകും വറുത്തരയ്ക്കണ പോലെ ഞങ്ങൾ അരയ്ക്കുക. അത് അരച്ച് കഴിഞ്ഞ് അതോടുകൂടി അപ്പോഴേക്ക് ഈ ചേമ്പിൻ്റെ കഷ്ണം വന്നിട്ടുണ്ടാവും. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. ഈ പുളി കൂടി പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുക. വേറെ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വറുത്തത് അരച്ചത് അങ്ങനെ നേരെ ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് ആകെ കട്ട കെട്ടും. അപ്പോൾ അതെന്ത് ചെയ്യണം, ഒരു പാത്രത്തിൽ ഒരു ബേസണിൽ ഈ അരപ്പിട്ടിട്ട് തവി കൊണ്ട് ഇളക്കി വെള്ളം ഒഴിച്ച് ഇളക്കി ഒരുമാതിരി നല്ല വെള്ളത്തോടെ ആയിട്ടുള്ള ആ വെള്ളമാണ് ഈ വെന്ത കഷ്ണത്തിലേക്ക് ഒഴിക്കണേ. പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുപാട് കൊഴുക്കരുത്. കുറച്ച് നല്ലോണം വെള്ളത്തോടു കൂടി ഇതങ്ങോട്ട് ഇളക്കി തിളപ്പിക്കുക കൂടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അത് ഇരുന്നൊന്ന് കുറുകും. ഈ മുതിര പൊടിച്ചത് ചേരുമ്പോൾ അതൊന്ന് കുറുകും. അതിന് കണ്ട് വെള്ളം കൂട്ടി വയ്ക്കണം. എന്നിട്ട് വാങ്ങി വെച്ച് കടുകും മുളകും കറിവേപ്പിൻ്റെ ഇലയും വറുത്തിടുക. ഇതിൽ ഒരു പ്രത്യേകത ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ കൂടെ അല്പം ഉഴുന്നുപരിപ്പ് വറുത്തത് കൂടി ചേർന്നാലേ ആ സ്വാദ് അങ്ങോട്ട് പൂർണ്ണമാവുള്ളൂ. അത് നമ്മൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, ദോശപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുമല്ലോ ദോശയ്ക്ക്, ഉഴുന്ന് പരിപ്പും മുളകും വേറെ മറ്റു പരിപ്പുകളൊക്കെ കൂടി ചേർത്ത് ദോശ തിന്നാനുള്ള ആ പൊടി ഒരു സ്പൂൺ അങ്ങോട്ട് ഇടും. അത് ചിലപ്പോൾ ഈ അരക്കണേൻ്റെ കൂടെ ഇടും, ഇല്ല എന്ന് വെച്ചാൽ ഈ കലക്കണേൻ്റെ കൂടെ അങ്ങോട്ട് ഇടും. ആ ഉഴുന്ന് പരിപ്പിൻ്റെ ഒരു സ്വാദും കൂടി ഈ മുതിരയ്ക്ക് വരണം. എന്നാലേ മുതിരപ്പുളിങ്കറിയുടെ സ്വാദ് പൂർണ്ണമാവുകയുള്ളൂ. ഇപ്പോൾ മുതിരപ്പുളിങ്കറി റെഡിയായി. വറുത്തിട്ട് കഴിഞ്ഞാൽ കൂട്ടാൻ റെഡിയായി. എളുപ്പത്തിൽ പറ്റും. ചേമ്പങ്ങോട്ട് വേവുമ്പോഴത്തേക്കും മസാല സെറ്റ് ചെയ്തു, തീയൽ കൂട്ട് എടുത്തിട്ടു, മുതിര ആദ്യം അങ്ങോട്ട് പൊടിക്കും. ആ പൊടിച്ചതിൽ കുറച്ച് വെള്ളം ഒഴിക്കും. അതിൻ്റെ പുറകെ തീയൽ കൂട്ട് ഇടും, അതും അരയ്ക്കും. അപ്പോൾ തന്നെ ദോശപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ട് അങ്ങോട്ട് അരയ്ക്കും. എല്ലാം കൂടി അരച്ച് ഒരു ചരുവത്തിലേക്ക് പകർത്തി നല്ലതുപോലെ അങ്ങോട്ട് കട്ട കൂടാതെ അങ്ങോട്ട് കഴുകി കലക്കി എടുത്ത് ചേമ്പിലേക്ക് അങ്ങോട്ട് ഒഴിക്കും. പുളി പിഴിഞ്ഞൊഴിക്കും. കടുകും മുളകും കറിവേപ്പിൻ്റെ ഇലയും അങ്ങോട്ട് വറുത്ത് കൊടുക്കും. ജോലി കഴിഞ്ഞു. നല്ലൊരു പുളിയും കറി, ചേമ്പും മുതിരയും കൂടി ചേർത്ത വറുത്ത് പുളിയും കറി, അങ്ങനെയാണ് ഇതിന് പറയുക. അല്ലെങ്കിൽ മുതിര വറുത്ത പുളിയും കറി, മുതിര കൊണ്ടൊരു പുളിയും കറി, മുതിര പുളിയും കറി. ഒരു പുളിയും കറി മുതിര കൊണ്ട് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പുളിയും കറി ചേമ്പ് കൊണ്ട്. മുതിരയും ചേമ്പും നല്ലൊരു ചേരുവയാണ് പുളിയും കറി വയ്ക്കാൻ. ഞാനതുണ്ടാക്കിയിട്ടുണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ കാണിക്കുകയാണ്. നോക്കൂ. ഇതിലെ മുതിര
വറുത്ത് പുളിക്കും. ഇത് പാത്രം ചെരിക്കാൻ പറ്റില്ല, ഇത്തിരി വെള്ളത്തോടെയല്ലേ, അതുകൊണ്ട് ചെരിഞ്ഞ് പോയാലോ എന്നൊരു പേടിയുണ്ട്. ആ സാമ്പാറിൻ്റെയൊക്കെ നിറം പോലെ ഇരിക്കും, വറുത്ത് പൊടിച്ച പൊടികളല്ലേ, വറുത്ത് പൊടിച്ചതല്ലേ ഇതിൻ്റെ അരപ്പ്. മുതിര ചേമ്പ് പുളിയും കറി, ഇതാണ് എൻ്റെ വിഭവം. നല്ല സ്വാദാണ്, ഊണ് കഴിക്കുന്നതിനാണ് പ്രധാനമായിട്ടും സ്വാദ്. ഇനിയിപ്പോൾ നമ്മൾ കാലത്തെ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി കറി വേറെ ചട്ടണി ആവണേ ഉള്ളൂ വെച്ചാൽ ഈ കൂട്ടാൻ കൂട്ടി, ഈ പുളിങ്കറി കൂട്ടി 2-3 ദോശയൊക്കെ തിന്നാം, അതിനും എടുക്കാം, വിരോധമില്ല. ഒരു കൂട്ടാൻ കൊണ്ട് തന്നെ ദോശയും കൂട്ടി തിന്നാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കൂട്ടാൻ വെച്ചു, കുറച്ച് കൂട്ടാൻ ബാക്കി ഇരിപ്പുണ്ട്, അത് അന്ന് ചിലവാക്കണമല്ലോ. നമ്മൾ സാധാരണ ചെറിയ കുടുംബമൊക്കെ സന്തുഷ്ട കുടുംബം പിറ്റേ ദിവസത്തേക്കൊന്നും വയ്ക്കൽ പതിവില്ലല്ലോ. അങ്ങനെ 2 ചപ്പാത്തി തിന്നാൻ ഈ മുതിരപ്പുളിക്കറി അതും നല്ലതാണ്, പോരായൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടെങ്കിൽ നല്ലത്. സാധാരണയായിട്ടൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ പതിവുണ്ട്. ഈ മുതിരപ്പുളിങ്കറി വളരെ ധാരാളം പേര് ഊണ് കഴിക്കാനുള്ള കൂട്ടുകുടുംബങ്ങളിലൊക്കെ ഇത് വലിയ കൽച്ചട്ടിയിൽ 1 കിലോ ചേമ്പ് അങ്ങോട്ട് തൊണ്ട് കളഞ്ഞ് കഴുകി വാരി അങ്ങോട്ട് ഇടും. അതുപോലെ മുതിര വറുത്തത് അതങ്ങോട്ട് നല്ലോണം കുറച്ച് തിരങ്ങായിട്ട് അരകല്ലിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഞാനങ്ങനെ കണ്ടത്. തിരികല്ല് ഉഴുന്ന് പൊട്ടിക്കലും മുതിര പൊട്ടിക്കലൊക്കെ അങ്ങനെ ഉണ്ട്. എന്നിട്ട് അതിൻ്റെ തൊണ്ട അങ്ങോട്ട് പാറ്റി കളഞ്ഞ് ആ പരിപ്പും ഇടുമ്പോൾ വേഗം അങ്ങോട്ട് പൊടിയുമ്പോൾ അതും അങ്ങോട്ട് ഇതാകും. പുളി ഒഴിച്ചു, അരപ്പ് ഒഴിച്ചു, തേങ്ങ വറുത്ത്, മല്ലിയും മുളകും തേങ്ങയൊക്കെ കൂടി വറുത്ത് അതും അങ്ങോട്ട് കലക്കി ഒഴിച്ചു, കടുകും മുളകും കറിപ്പിലിടും, മുക്കി ഒഴിച്ച്. പ്രത്യേകിച്ച് ഉണക്കച്ചോറും, അമ്പലത്തിലെ ഉണക്കച്ചോറിന് ഈ മുതിര പുളിങ്കറി നല്ല സ്വാദാണ്. ഞാൻ പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണേ, ഇപ്പോഴും നിൽക്കണോ എൻ്റെ സ്വാദ്. ഇത് പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ സാധാരണ ഈ സീസണിൽ ഉണ്ടാക്കുന്നൊരു കറിയാണ്. നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കൂ. എല്ലാ കൂട്ടം മാർക്കറ്റിൽ കിട്ടുമല്ലോ ഇപ്പോൾ, നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കണില്ലെങ്കിൽ തന്നെയും. അപ്പോൾ എൻ്റെ ഈ ആഴ്ചയിലെ പാചക രീതിയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ചേമ്പും മുതിരയും ചേർന്നൊരു പുളിങ്കറി, മുതിര പുളിങ്കറി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ഒരു പുതിയ സ്വാദാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു നേരത്തെ ചപ്പാത്തിക്കായിട്ടോ ഊണിനായിട്ടോ അല്ലെങ്കിൽ രാവിലെ ദോശയ്ക്കായിട്ടോ എന്തിനായിട്ടായാലും ഇത് ഒന്നുണ്ടാക്കൂ. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടും. മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഈ മുതിരയുടെ ഇതിൻ്റെ ഒന്നും സ്വാദറിയണില്ല. ബർഗറും അതും ഇതുമൊക്കെ അല്ലേ കഴിക്കണത്. ഒന്നുണ്ടാക്കി കൊടുത്തു നോക്കൂ, മറ്റുള്ളവരോടൊന്ന് പറയൂ. നമ്മുടെ വീട്ടിലെ ഒരു ഏതെങ്കിലും പൊതുവീഥികളിലൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ പഴയതിൽ പലതും നല്ലതുണ്ട്, നമുക്കതിനെയൊക്കെ പൊടി തട്ടി എടുക്കാം. ഈ വിഭവം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന ഒരു ധാരണയിൽ ഞാനിവിടെ സമർപ്പിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ സ്വന്തം മാലതി ചേച്ചി. ഇതാ 986 കേട്ടോ എൻ്റെ വീഡിയോകൾ. സഹകരിച്ചവരോടൊക്കെ സന്തോഷം അറിയിക്കുന്നു.